ഹായ് ഹലോ എല്ലാവർക്കും സ്റ്റൈൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ കുറേ ആയ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ വൈകുന്നേരം ഒരു 4:30-5 മണിയൊക്കെ ആയിട്ടുണ്ട്. കുട്ടികളൊക്കെ എക്സാമൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ക്രിസ്മസ് എക്സാമൊക്കെ ആയതുകൊണ്ട് തന്നെ ചിലർക്ക് രാവിലെയും ചിലർക്ക് ഉച്ചയ്ക്ക് ശേഷമാണ്. അപ്പോൾ അങ്ങനെ എക്സാമൊക്കെ കഴിഞ്ഞ് വന്ന് എൻ്റെ പൊന്നൂസിൻ്റെ കൂടെ കളിക്കുന്നുണ്ട് കുക്കു. പിന്നെ നീനുട്ടി രാവിലെ എക്സാം കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഓളോടെ മുറ്റത്ത് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇതിക്കുള്ള ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു വൈകുന്നേരം. അപ്പോൾ ബിരിയാണിക്കുള്ള ഉള്ളിയും ഇതൊക്കെ വഴറ്റിക്കൊണ്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ കട്ടയിൽ കണ്ടിട്ട് ഞാൻ മാത്രമാണ് അതൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് വിചാരിക്കേണ്ട. അപ്പോൾ ഞാൻ ഇന്നെ മാത്രം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ അവിടെ വേറെ വേറെ പണിയിലാണ്. അപ്പോൾ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ അകത്ത് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതവിടെ അടുപ്പത്താവുന്നുണ്ട്. പിന്നെ മല്ലിച്ചപ്പ് ഇതൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ട്. ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരും ഓരോ പണിയിലാണ് കേട്ടോ. പിന്നെ ഞാൻ ഇന്നെ തന്നെ ഇങ്ങനെ വീഡിയോ എടുത്ത് കൊണ്ട് നടക്കുകയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരം പൊന്നൂസിപ്പോൾ ഉറങ്ങി എണീറ്റിട്ടുള്ളൂ. അപ്പോൾ അവൾക്ക് ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് ചേച്ചി വന്നപ്പോൾ മഞ്ചും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവളോട് മിയ പറയുന്നത് ചോറ് തിന്നാലേ മഞ്ച് തരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ മഞ്ച് കണ്ടിട്ടൊക്കെ ചോറ് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ ചോറുണ്ണലൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. മിയ വിളക്കെത്തിക്കുന്ന സമയത്ത് തന്നെ അവളും വിളക്കെത്തിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഭയങ്കര നാമചൊല്ലല്ലായിരുന്നു. അങ്ങനെ കുറേ നേരം ഓലെ പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോ പിന്നാലെ നടന്ന് ഇനി നമ്മളെ ബിരിയാണി പരിപാടിയിലേക്ക് ബാക്കി തിരിച്ചു തരാം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ എത്തിയപ്പോഴേക്കും നമ്മൾ ബിരിയാണിക്കുള്ള മസാലയൊക്കെ ചേച്ചി റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവിടെ വെള്ളം ചൂടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം അരി ഇടാൻ നിൽക്കുന്നുണ്ട്. അങ്ങനെ ആ പരിപാടികളൊക്കെ ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ അതിലെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടന്നു. അപ്പോഴേക്കും മക്കളും എല്ലാവരും അടുക്കളയിൽ വന്ന് അങ്ങനെ എല്ലാവരും കൂടെ ഇരുന്ന് സംസാരിക്കലും ഒക്കെ ആയി. അങ്ങനെ കുറേ നേരം അങ്ങനെ സ്പെൻഡ് ചെയ്തിട്ടോ. പിന്നെ ചേച്ചി താഴെ വലിയേട്ടൻ്റെ വീട് താഴത്തെ സൈഡിലാണ്. അപ്പോൾ അവർ വൈകുന്നേരമൊക്കെ ആയപ്പോൾ അവരും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചേച്ചിയാണ് ഇപ്പോൾ മസാലയൊക്കെ സെറ്റാക്കി നമ്മളെ ദമ്മിടാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഫ്രീ ആയി. പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് ചുമ്മാ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. ബിരിയാണി പൊട്ടിക്കുന്ന ആ ടൈം വരെ പിന്നെ ഫുൾ ഫ്രീ ആണ്. ചോറൊക്കെ അടുപ്പത്തായാലും നമ്മൾ പിന്നെ ഇവിടെ എല്ലാവരും കൂടെ ഇരുന്നിട്ട് തല്ലുകൂടാനും വർത്താനം പറയണൊക്കെ തിരക്കിലാണ് കേട്ടോ. അവരെന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് തല്ലുകൂടുന്നുണ്ടായിരുന്നു. പിന്നെ നാളെ എക്സാമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികളെയൊന്ന് വായിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരും ഓരോ പരിപാടിയിലായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഫുഡ് ദമ്മിട്ടൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിക്കാനായപ്പോൾ നമ്മൾ സാലഡ് റെഡി ആയിട്ടുണ്ട്, ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരോടും കൂടിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ ഇടനില വിശപ്പിന് ന്യൂട്ടലിയും ബ്രെഡും കൂടെ കഴിച്ചതിൻ്റെ ആ ഒരു ഇതാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ പൊന്നൂസിന് നല്ല ജലദോഷം ചുമയൊക്കെ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം വന്ന് കിടന്നുറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ലവ് യു, ബൈ.